നമസ്കാരം. ഇന്നത്തെ ദിവസം നാട് കേൾക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറച്ച് വാക്കുകളുണ്ട്. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ്. ചൂരൽമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞ വാചകങ്ങളാണ്. അത് കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. ഒരു ദുരന്തമുണ്ടായതിന് പിന്നാലെ സർക്കാരിനോടൊപ്പം നിന്ന് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ കരകയറ്റാൻ വേണ്ടി ഈ നാട്ടിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമായിരുന്നു. പക്ഷേ ആ ഒരു വിഷയത്തിൽ പുനരധിവാസത്തിന്റെ കാര്യം വന്നപ്പോൾ പണപ്പിരിവിന്റെ സാധ്യത തേടി ലീഗും കോൺഗ്രസും കാലുവാരിയത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് പണം പിരിച്ച് ചെയ്ത വീടുകളും സർക്കാർ ചെയ്ത വീടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ മാത്രം മതി. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ കാലുവാരി മാറിപ്പോയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തിയതിനു ശേഷം അവർ ചെയ്യാമെന്നേറ്റ പല കാര്യങ്ങളിലും പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് നാട് പിണറായി പറഞ്ഞ ഈ യാഥാർത്ഥ്യം ഒന്ന് ഓർത്തെടുക്കേണ്ടത്. അവര് പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ദുരന്തമുണ്ടായതിന്റെ ഭാഗമായി ഇനി ഇവിടെ ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഞങ്ങൾക്ക് ഒന്നിച്ചൊരിടത്ത് താമസിക്കാം, ഒരു പ്രദേശത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കണം. കാരണം ഗവൺമെന്റ് പുനരധിവാസത്തിന് സഹായം നൽകി ആ പണം സ്വീകരിച്ച് പലയിടങ്ങളിലായിട്ടാണ് വീട് വെക്കുന്നത്. അതിന് പകരം ഒരിടത്ത്, ഒരു പ്രദേശത്ത് ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് കഴിയാൻ പറ്റണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. സർക്കാർ അതിന് അനുകൂലമായി പ്രതികരിച്ചു. അതിന്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ആ ടൗൺഷിപ്പ് നിർമ്മാണം പരസ്യമായി പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് സഹായങ്ങളുടേതായ ഓഫർ പലതരത്തിൽ വന്നു. ചില ഓഫറുകൾ യാഥാർത്ഥ്യമായി, ചില ഓഫറുകൾ യാഥാർത്ഥ്യമായില്ല. നല്ല രീതിയിൽ ഓഫർ യാഥാർത്ഥ്യമാക്കിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. 100 വീടാണ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം അവർ നൽകിയത്. LDFന്റെ ഭാഗമായുള്ള മറ്റ് ഭോജന സംഘടനകളും AIYF പോലുള്ളത് ആകാവുന്ന സഹായം ഇക്കാര്യത്തിൽ ചെയ്തു. എന്നാൽ പ്രഖ്യാപിച്ച ടെൻഡർ പിന്നോട്ട് പോയി. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്താണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. നിലപാടുകൾ യോജിച്ചായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൽ കണ്ട ഒരു കാര്യം, ടൗൺഷിപ്പിലുള്ള വീടുകൾ നിർമ്മിക്കല്, വീട് ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്നുള്ള ഓഫറുകൾ വരുന്നു. അവർ വീട് നിർമ്മിച്ച് നൽകേണ്ട, പണം തന്നാൽ മതി. കാരണം വീടുകൾ ഒരേ തരത്തിൽ നിർമ്മിക്കണം, അതിനൊരു വ്യത്യസ്തത ഉണ്ടാക്കണ്ട, ആവശ്യമായ പണം സർക്കാരിനെ ഏൽപ്പിക്കുക. ഇതൊക്കെ എല്ലാവരും യോജിച്ചു കൊണ്ടെടുത്ത നിലപാടായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യം അതിൽ നിന്ന് പിന്മാറി. എന്തിനാണ് പിന്മാറിയെന്ന് ആർക്കും അറിയില്ല. അവർ പ്രത്യേക സ്ഥലമെടുത്ത് പ്രത്യേകം ചില കുടുംബങ്ങളെ താമസിപ്പിക്കുമെന്നാണ് നിലപാടെടുത്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസും അതേ നിലപാടെടുത്തു. കോൺഗ്രസിന്റെ നിലപാട്, ലീഗ് നിലപാടെടുത്തതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത് എന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങൾ തുടക്കത്തിലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവരെല്ലാം അടക്കം ഇരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു, അതായത് ഈ ഓഫറുകൾ നൽകലെടുപ്പാണല്ലോ, നൽകുന്ന ഓഫറെല്ലാം യാഥാർത്ഥ്യമാക്കണമെന്നില്ലാതെ. അപ്പൊ ഏതെങ്കിലും കൂട്ടര് ഓഫർ യാഥാർത്ഥ്യമാക്കുന്നില്ല എന്ന് വിചാരിക്കുക, ആ വീട് നിർമ്മിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കി, പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പറയുന്നവർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ചുമതല സർക്കാരിൻ്റെതാണ്. ആ ചുമതല സർക്കാർ നിറവേറ്റും. അതാദ്യമേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിൻവാങ്ങിയെങ്കിലും അതിന്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ വയനാടിന്റെ പ്രത്യേക കാലാവസ്ഥ, മഴക്കാലം നീണ്ടത്, അതെല്ലാം ഉണ്ടാക്കി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഇപ്പോഴാ പദ്ധതി ആകെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ എണ്ണത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. 178 കുടുംബങ്ങൾ ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പുനരധിവസിപ്പിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുയർത്തിയ ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം കൂടി സർക്കാർ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക. ഏതായാലും ഇനി അധികം താമസിപ്പിക്കേണ്ട എന്നാണ് കാണുന്നത്. ഈ മാസം 25, ഫെബ്രുവരി 25, ആ 25-നാണ് കൽപ്പറ്റ ആ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനെ സാക്ഷി നിർത്തി ഈ കുടുംബങ്ങൾക്കാകെയുള്ള അർഹതപ്പെട്ട രേഖ നൽകുന്ന നില സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് നമ്മെ സഹായിക്കാത്ത എല്ലാവർക്കുമുള്ള ഒരു മറുപടിയായി ഫെബ്രുവരി 25 മാറുമെന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെയും ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളതാണല്ലോ. ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ അത് തട്ടിക്കും വെട്ടിക്കും തുടങ്ങിയ പ്രചരണങ്ങൾ നടത്തിയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഒരു വിഭാഗക്കാർ.
ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുക. അവർക്കും ടൗൺഷിപ്പിൽ വീട് കിട്ടിയേനെ. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരെ ഈ പണത്തിന്റെ കാര്യം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി 15 ലക്ഷം രൂപ വീതം മേടിച്ചുകൊണ്ട് നേരെ ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ മേടിച്ചിട്ട് അവിടെ വീട് കൊടുക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ നിരത്തി വയ്ക്കും പോലെയുള്ള വീടുകൾ വെച്ചിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ ഒരു അതിർത്തി പോലും ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നതെന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. അവർക്ക് പുറകിലേക്ക് 6 സെന്റൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. എന്തായിത്തീരുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ വാക്കെന്ത് പ്രവൃത്തി എന്തെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാം. ഇക്കാര്യത്തിലൊക്കെ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി കുപ്രചരണങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഷയങ്ങളെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറെ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് ആ പേരിൽ പണപ്പിരിവ് നടത്തി 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി ഗർഭചിത്രം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ കഥകൾ, ആ ഫണ്ട് എത്രയാണെന്നോ എത്ര പിരിച്ചു എന്ന് പോലും ജനങ്ങളുടെ മുന്നിൽ കണക്ക് കാണിക്കാതെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി കല്ല് പോലും ഇട്ട് പറ്റിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ 1.5 വർഷത്തിനകത്ത് ദുരന്തം നടന്നതിന് ശേഷം അവിടെ കേസിന് പോയി ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വീട് യാഥാർത്ഥ്യമാക്കി കഴിയുമ്പോൾ പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ ചെയ്യുന്നത് ആരാണെന്ന് നാടിന് വിലയിരുത്താവുന്നതാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, എല്ലാ കാലത്തും സാധാരണക്കാരായി പോയ അല്ലെങ്കിൽ നിരാലംബരായി പോയ മനുഷ്യർക്കൊപ്പം നിന്നതാണ് ഈ സർക്കാരിന്റെ ചരിത്രം. അതിനെ തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും വർഗീയതയും കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നവരുടെ ദുരുദ്ദേശം നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ ക്ലാരിറ്റി പറയുന്ന വാക്ക് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പറയുന്നത് ചെയ്യുന്നതാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഉറപ്പിക്കാം അയാളെ വിശ്വസിക്കാമെന്ന്. ഡയലോഗ് അടിച്ച് വർഗീയതയും മതവും പറയുന്നവർ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ആടുമാടുകളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടു നടന്ന് പറ്റിക്കുന്ന വിഭാഗക്കാർ ആരാണെന്നും നിങ്ങൾക്ക് ചൂരൽമലയിലെ ഇന്നത്തെ ആനന്ദക്കണ്ണീരുകളും പുഞ്ചിരിയൊക്കെ കണ്ടിട്ട് സ്വയം വിലയിരുത്താവുന്നതാണ്. അതുകൊണ്ടാണ് വ്യക്തിയുടെ വാക്കുകൾ, അതാണ് മുഖ്യം. അക്കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ? പാലിച്ചവരെ നിങ്ങൾക്ക് എല്ലാ കാലത്തും വിശ്വസിക്കാം. അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൃത്രിമമായി അഭിനയിക്കാൻ വരില്ല. അവർ ക്യാമറകൾക്ക് മുന്നിൽ വേറൊരു മനുഷ്യനായിട്ട് ആൾക്കാരെ പതപ്പിക്കാനോ സോപ്പിടാനോ ഉള്ള പ്രവൃത്തികൾ ചെയ്യാത്തവരാണ്. പക്ഷേ പ്രവൃത്തിയിൽ അവർ കൃത്യമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമത്തോ ഉടായിപ്പോ ഇല്ല എന്ന് ചൂരൽമല കണ്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.